2 ദിവസമായി ഇവിടെ കറണ്ട് ഇതേ സമയത്ത് പോകട്ടോ. ഒരു മുത്ത മൂരിന്റെ അവസ്ഥ കാണിച്ചു തരട്ടോ. ഇവിടെ ആണെങ്കിൽ വൈഫൈയും കറണ്ട് പോയാൽ പോവും, മൂരിക്കാണെങ്കിൽ ഇവിടെ റേഞ്ചും ഇല്ല. നായികർക്ക് ഉളുപ്പുണ്ടെങ്കിൽ നായികർക്ക് എന്ത്. എന്റെ സുഹൃത്തുക്കളെ സ്വന്തം ഭർത്താവിനെയാണ് ഈ മൂരി എന്നൊക്കെ വിളിക്കുന്നത്. ഇത് കാണുമ്പോഴേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ വയ്യ. ആ മനുഷ്യൻ ഒരു മുസ്ലിം ലീഗുകാരനാണ്. ഭാര്യ അയാളെ മൂരി എന്നാ വിളിക്കുന്നത്. ഒരു മടിയും കൂടാതെ മൂരി എന്ന് വിളിക്കുന്നു. കറണ്ട് കട്ട് അതിഭീകരമായിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു മടിയുമില്ല ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ വിളിക്കാന്നുള്ളതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, രാത്രി 4 തവണയായിട്ട് 2 മണിക്കൂറാണ് കട്ടുണ്ടാവുന്നത്. 2 മണിക്കൂർ. പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സങ്കടം പറയില്ല, മഴ പെയ്തില്ല, അതില്ല, ഇതില്ല, അങ്ങനെയില്ല. ഇങ്ങനത്തെ ഒരു വർത്തമാനം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളാരും കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ ഭംഗിയായിട്ട് നമ്മൾ 10 വർഷം കറണ്ട് കട്ട് എന്ന് പറയുന്ന പരിപാടി അറിയില്ലായിരുന്നു. ഇപ്പൊ കറണ്ട് കട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇപ്പോഴാണ് ഇത്തരം ആളുകളൊക്കെ ഇറങ്ങിപ്പോണെന്ന് പറയുന്നത്. മതി ഈ എന്താ പറയുക, ഈ എന്തോ ഹണിമൂൺ പീരീഡോ ഇമാതിരി പരിപാടിയൊക്കെ നിർത്തണം. ഹണിമൂൺ പീരീഡിന്റെ ഭാഗത്തിൽ ഇവർക്ക് എന്തോ ദയവ് കൊടുക്കണം. എന്തോന്ന് ഹണിമൂൺ പീരീഡിന്റെ സമയത്ത് തന്നെയല്ലേ കള്ളിന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവന്മാർ ഒപ്പിടാൻ പോയത്. അപ്പൊ ഇവര് ഈ ഹണിമൂണുള്ള ഡേറ്റും കൊടുത്തില്ല. എത്ര മാസമാണെങ്കിൽ ഇപ്പൊ ഹണിമൂൺ പീരീഡ് കൊടുക്കണമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എം മണി എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. എത്ര മനോഹരമായിട്ടായിരുന്നു വൈദ്യുതി വകുപ്പ് അദ്ദേഹം ഭരിച്ചിരുന്നത്. വൈദ്യുതിയിൽ അന്ന് കട്ട് എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. വെറും 4ാം ക്ലാസ്സുകാരനാണ്. അപ്പൊ വലിയ വിവരമൊന്നും അല്ല വേണ്ടത്, ഒരു പ്രാക്ടിക്കൽ നോളജാണ് ഈ രാഷ്ട്രീയത്തിൽ വേണ്ടതെന്നർത്ഥം. ഇനി കേൾക്കാൻ കേട്ട ചില വാർത്തകളൊക്കെ സങ്കടം തോന്നിപ്പോകും. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. കണ്ട, വൈദ്യുതി നിയന്ത്രണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വൈദ്യുതി നിയന്ത്രണമല്ല, പവർ കട്ട്. അത് കേൾക്കൂ. അങ്ങനെ രാത്രിയിൽ 15 മിനിറ്റും 30 മിനിറ്റും കറണ്ടൊക്കെ പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നാട്ടുകാരൊക്കെ ഇനിയിപ്പോ പുറത്തിറങ്ങിയിരിക്കുന്ന കാലം വരും അല്ലേ. അങ്ങനെയും ഒരു കാലം വീണ്ടും വരുന്നു. 1/2 ഡസനിൽ കൂടുതലായില്ലേ വിസ്മയങ്ങൾ? ഇനി വേണോ? 1/2 ഡസനില് കൂടുതൽ എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറമായി. ഇനി വിസ്മയൊന്നും സത്യം പറയാൻ ഇനി വീഡിയോ സദസ്യമേനെ വേണ്ട. ഇപ്പൊ തന്നെ ഓർമ്മിപ്പിക്കാൻ വയ്യാന്നല്ലാണ്. അത് കേൾക്കൂ. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് നാളെ 1 മാസം തികയാനിരിക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് പ്രിയ പ്രേക്ഷകരെ നമ്മളെ തേടിയെത്തുന്നത്. വേൾഡ് കപ്പ് കാലത്തെ വൈദ്യുതി നിയന്ത്രണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായിരുന്നു. എന്തോന്ന് പ്രതിഷേധം, ഇവിടെ ചിരിച്ച് ഇളിച്ചോണ്ടിരിക്കുകയെന്നല്ലാതെ. ഇനി ഇതിനെ കുറിച്ചിട്ട് വി ഡി സതീശനെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകരുടെ വാർത്താവായനയാണ് നമ്മൾ കേൾക്കേണ്ടത് കേട്ടോ. പവർ കട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാത്ത 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് കാവൽക്കാലമാണ്. ലോഡ് ഷെഡിംഗും പവർ കട്ടും എന്തെന്നറിയാത്ത പുതുതലമുറയ്ക്ക് അനുഭവഭേദ്യമാകുന്ന കാലമാണ്. പക്ഷെ അതിന് പേര് പീക്ക് ലോഡ് മാനേജ്മെന്റ് ആണെന്ന് മാറ്റിയിട്ടുണ്ട്. പവർ കട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാത്ത 10 വർഷം കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ ഇനി എവിടെയെങ്കിലൊക്കെ പോയിരുന്ന് കരയേണ്ടി വരും. അത്രയ്ക്ക് ഭീകരമാണ്. ഒരു 2 മാസമാവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ തുടങ്ങിയെങ്കിൽ ഇനി എന്തൊക്കെ നമ്മൾ കാണാൻ കാത്തിരിക്കുന്നതാണ്. ഇനി കാണാം. ആ കൂട്ടത്തില് മന്ത്രിമാരില് വെറും മണ്ടലി ഉണ്ടോ? മണ്ടലില്ലാതെ നല്ലതാകണ്ടോ? ഈ മന്ത്രിസഭയിലെ പ്രതീക്ഷക്ക് അപ്പോഴൊന്നും സംഭവിച്ചില്ല. കാരണം ഒരു കഴിവിന്റെ ഒരു നിങ്ങളെല്ലാം പറഞ്ഞു ഗതാഗത മന്ത്രി ഭയങ്കര കഴിവുള്ള ആളാന്ന്. പി ജോണിനെ കുറിച്ച് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമായിരുന്നു. അതുപോലെ കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായപ്പോഴേ നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആരോഗ്യ പ്രവർത്തനം നടത്തുന്നു. അയാൾക്ക് അതിനും കഴിവില്ലാണ്ടേ. മൊത്തത്തിൽ മന്ത്രിസഭയിൽ ആളുകൾ എടുത്തു കഴിഞ്ഞാല് ക്വാളിറ്റി ഉള്ള ഒരാളെയും കാണാനില്ല. എല്ലാ വകുപ്പിലും വളരെ മോശം തന്നെയാണ്. നാട്ടുകാർ പറയുന്നത് വി ഡി സതീശ മേനോൻ ഗവൺമെന്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരെണ്ണം പോലും ഇല്ല എന്നതാണ്. ഒരെണ്ണത്തിനെ കാണിച്ചു തരാനില്ലേ ക്വാളിറ്റി ഉള്ളതിനെ. എന്ത് ചെയ്യും? എത്ര വൃത്തിയായിട്ടാണ് ഇവരിങ്ങനെ വർത്തമാനം പറയുന്നത്. ഇനിയും കാണണം കേട്ടോ നിങ്ങള്. ഹലോ എന്താ അടിപൊളി. ഇതാണ് ലോഡ് ഷെഡിങ്. ഇത്രയും കാലം ഇല്ലാത്ത ലോഡ് ഷെഡിങ് ഇത്രയും കാലം ഇല്ലാത്ത ലോഡ് ഷെഡിങ് ഒക്കെ വന്ന്. ഇതാണ് മോളെ ലോഡ് ഷെഡിങ് ഇരുണ്ട കാലം ഒക്കെ കേട്ടോ. പെട്ടെന്ന് കരണ്ട് വന്നാൽ മതിയായിരുന്നു. കാത്തിരുന്ന എനിക്ക് പഠിക്കാനുണ്ട്, പിന്നെ ഉത്തരേച്ചീനെ ഹെൽപ്പും ചെയ്യണം. എനിക്കപ്പൊ കരണ്ട് വരണ്ടേ? ഞാൻ കാണുന്നില്ല തന്നെ ഇരുട്ടില്. ഒന്ന് എണീക്കുന്നേ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അമ്മയുടെ ഷർട്ട് മാത്രം കാണാം, മുടിയും കാണാം.
അപ്പൊ സുഹൃത്തുക്കളെ, കുട്ടികൾക്കടക്കം ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ചോദിക്കുകയാണ്, ഇത്രയും കാലമില്ലാത്ത ലോഡ് ഷെഡിങ്, കറണ്ട് കട്ട് എന്തായി അമ്മ ഇപ്പോ ഇങ്ങനെ? മോളെ, അന്ന് ഭരിച്ചിരുന്നത് പിണറായി വിജയനും ഇന്ന് ഭരിക്കുന്നത് വി ഡി സതീശ മേനോനുമാണ്. ബൈ.